മനുഷ്യൻ വരുത്തിവെച്ച ദുരന്തമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതും ചിലരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി 40ഓളം ജീവൻ കുരുതി കൊടുത്തു. 2 ലക്ഷത്തോളം കുടുംബങ്ങളെ ബലിയാടാക്കി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന FIR-ൽ നടൻ വിജയ്ക്കെതിരെ ഗുരുതരമായ പരാമർശം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. മനഃപൂർവ്വം നടൻ വൈകിയെത്തി അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തി ഒരു ദുരന്തത്തിന് കാരണക്കാരനായിരിക്കുന്നു. വിജയാകട്ടെ ചെന്നൈ നഗരം തന്നെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം, വീടിന് നേരെ ബോംബ് ഭീഷണി. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ താക്കീത് അവഗണിച്ചത് അടുത്ത പണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. DMK ശക്തമായി TVKയെ കുറ്റപ്പെടുത്തുമ്പോൾ കോടതിയിലെത്തി ഈ ദുരന്തമുണ്ടാക്കിയത് സെന്തിൽ ബാലാജി എന്ന് ആരോപിച്ചുകൊണ്ട് ഗുണ്ടകളും പോലീസും DMKയും ചേർന്നുകൊണ്ട് നടത്തിയ ആസൂത്രിത ദുരന്തമായി തന്നെ ഇതിനെ TVK പ്രതിരോധിക്കുകയാണ്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ റാലിക്കിടയിൽ ആ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം ഇന്നിപ്പോൾ 41 ആകുന്നു. ചികിത്സയിലുണ്ടായിരുന്ന സുഗുണ എന്ന ഒരു വീട്ടമ്മ കൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 65 വയസ്സായിരുന്നു. കരൂരിലേക്ക് പോകാൻ വിജയ് ഇപ്പോൾ അനുമതി തേടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിജയ് നാട് വിട്ടത്, കരൂരിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയത് വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് നടൻ ആശുപത്രിയിലെത്തി തന്നെ കാണാനെത്തിയ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയില്ല? തനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ആരാധകരെ അവസാനമായി ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും അവിടെ പോയില്ല. ഈ വിമർശനം കനക്കുമ്പോഴായിരുന്നു DMK മന്ത്രിമാരും നേതാക്കളും ആശുപത്രിയിൽ രാപ്പകലില്ലാതെ കാവലിരുന്നപ്പോഴാണ് വിജയ്ക്കും ഒരു ബോധോദയം ഉണ്ടായത്. ഇപ്പോൾ കരൂരിലേക്ക് എത്താനുള്ള അനുമതി തേടിയിരിക്കുന്നത്. പോലീസ് ആകട്ടെ ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ്. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രധാന പ്രതി അത് വിജയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മനഃപൂർവ്വമായി ഈ റാലിക്ക് വിജയ് എത്താൻ 4 മണിക്കൂർ വൈകിയെന്ന് FIR-ൽ പറയുന്നു. യഥാർത്ഥ സംഭവം രാവിലെ 10 മണി മുതൽ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നു. 12 മണിക്ക് പരിപാടി നിശ്ചയിക്കുന്നു. നടൻ എത്തുന്നത് 7:40. 7 മണിക്കൂറിലധികം വൈകിയാണ് നടൻ വിജയ് അവിടെ എത്തിയത്. ഏകദേശം ഒരു 10 മണിക്കൂർ നേരം ജനങ്ങളെ അവിടെയിട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു നടന്റെ ലക്ഷ്യം. FIR-ന്റെ പകർപ്പ് ഇതിനോടകം മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കരൂരിൽ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും FIR-ൽ കുറ്റപ്പെടുത്തുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു, പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല. കേവലം 10,000 പേരെത്തുമെന്ന് പറഞ്ഞ പരിപാടിയിൽ 2 ലക്ഷത്തിനടുത്ത ആളുകൾ പങ്കെടുത്തു. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടനവുമായിരുന്നു ആ അനുമതിയില്ലാത്ത റോഡ് ഷോ. ഒരു റോഡിൽ 4 വരി പാതയിൽ നടത്തിയ ഈ പ്രഹസനം അത് 40ഓളം പേരുടെ ജീവനെടുക്കുന്ന ദുരന്തമാക്കി മാറ്റി. അനുമതിയില്ലാതെ റോഡിൽ വെച്ച് റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങിയെന്നും TVK നേതാക്കൾക്ക് അതിന്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അത് അനുസരിക്കാൻ അവർ തയ്യാറായില്ലെന്നുമാണ് FIR-ൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് നിർദ്ദേശം നൽകുന്നതിന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മദ്രാസ് ഹൈക്കോടതി TVKയ്ക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിരുന്നു. കരൂർ ദുരന്തത്തിന് പിന്നാലെ ചർച്ചയായിരിക്കുന്നതും മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നൽകിയ ആ നിർദ്ദേശം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങളോ മറ്റ് പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ അവരിൽ നിന്നും ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുന്നതിനും പാർട്ടി പ്രവർത്തകർ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വരുത്തുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാൻ ആ തുക വിനിയോഗിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയണമെന്നാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. വ്യാഴാഴ്ചയായിരുന്നു ഇങ്ങനൊരു പരാമർശം ഉണ്ടായത്. വിജയുടെ തമിഴക വെട്രിക്കഴകം തങ്ങളുടെ പ്രചാരണ പരിപാടികൾക്ക് അനുമതി നേടുന്നതിൽ അത് നൽകുന്നതിൽ വിവേചനം നേരിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഹർജി കൊടുത്തിരുന്നു. അത് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇങ്ങനെ നിരീക്ഷിച്ചത്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കിടയിൽ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പലവിധ സംഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇരകൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത് വിരളമാണെന്ന വസ്തുത പരിഗണിച്ച് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. ഇതിനിടയിലാണ് എങ്ങനെയും കരൂരിലേക്ക് എത്തണമെന്ന ആഗ്രഹവുമായി വിജയ് നിൽക്കുന്നത്. വിജയ്ക്ക് വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ല. അപ്പോൾ എങ്ങനെയാണ് കരൂരിലെത്തുക? ജനങ്ങളാകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്നു. ദുരന്തമുണ്ടായ കരൂർ സന്ദർശിക്കാനുള്ള നീക്കങ്ങൾ അങ്ങനെ വിജയ് സജീവമാക്കുന്നുണ്ട്. പോലീസിനോട് അനുമതി തേടി. ജില്ലാ ഭരണകൂടം തടസ്സം നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TVK ജനറൽ സെക്രട്ടറി ആദവ് അർജുന മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കരൂർ ദുരന്തം തങ്ങളെ മനഃപൂർവ്വം പെടുത്തിയ ഒരു കെണിയാണ്. ഈ ദുരന്തത്തിന് കാരണം DMK പോലീസ് ഗുണ്ട കൂട്ടുകെട്ടാണെന്നാണ് DMK MLA സെന്തിൽ ബാലാജി ഇതിന്റെ മുഖ്യ ആസൂത്രകനാണെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട്. കാരണം ഈ സംഭവം നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സെന്തിൽ ബാലാജി മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്നു, സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു, രാത്രി മുഴുവൻ ആശുപത്രിയിലും തമ്പടിക്കുന്നു. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു വിഷയമായിരുന്നുവെന്നാണ് TVKയുടെ ആരോപണം.
ഇതിനിടെ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണസംഖ്യ 41 ആയിരിക്കുന്നതാണ് TVKയെ സംബന്ധിച്ച് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം മാത്രം 18ആയി. പിഞ്ചുകുട്ടികൾ, സാധാരണ യുവാക്കൾ, ഇവരൊക്കെ തന്നെ ബലിയാടായിരിക്കുന്നു. കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. DGP ഉത്തരവിറക്കി. ADSP പ്രേമാനന്ദനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. പണയൂരിലെ വീട്ടിലായിരുന്നു വിജയ്. രാവിലെ പട്ടണമക്കത്തെ വീട്ടിലേക്ക് വിജയ് മാറുകയും ചെയ്തിട്ടുണ്ട്. TVKയുടെ രണ്ടാമത്തെ ഓഫീസും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നടൻ വിജയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു, വിവരങ്ങൾ വിളിച്ചു തേടി. TVK റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിലുള്ള അനുശോചനവും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമൊന്നും ആരും തന്നെ കാണേണ്ടതില്ല എന്നാണ് പറയുന്നത്. 1.2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലത്ത് കേവലം 10,000 പേർക്ക് മാത്രമേ അനുമതി നൽകിയിരുന്നുള്ളൂ. സംഘാടകർ അനുമതി തേടിയതും അങ്ങനെയായിരുന്നു. പക്ഷേ വിജയുടെ ജനപ്രീതി കാരണം 50,000-ത്തിലധികം ആളുകൾ റാലിക്ക് എത്തിയെന്നാണ് പറയുന്നത്. റാലിക്ക് ആകട്ടെ വിജയ് മണിക്കൂറുകൾ വൈകിയും എത്തി. കഠിനമായ ചൂട് അത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഈ ചൂടും കാലതാമസവും കാരണം ഒട്ടനവധി ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതരായി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന ആവശ്യം DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സംഭവത്തിൽ വിജയുടെ പാർട്ടിയായ TVKക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. തമിഴക വെട്രിക്കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി N ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. വിജയെ പ്രതിയാക്കുന്ന പരിഗണനയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോടതി തീരുമാനമനുസരിച്ച് നിയമോപദേശം തേടി തന്നെയായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നടൻ വിജയ്ക്ക് ചെന്നൈയിലും തന്നെ സുരക്ഷിതമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചെന്നൈ വിടേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആസൂത്രിതമായ അട്ടിമറി നടന്നെന്നും വിജയ് അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മറുപക്ഷം ആരോപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തെ പൂർണ്ണമായും തള്ളി CBI അന്വേഷണം നടത്തണമെന്നാണ് വിജയ് ഹൈക്കോടതിയെ സമീപിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനം ഒക്കെ തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ VP മതിയഴകനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ 4 വകുപ്പുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം, കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ, മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി, അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ എന്നീ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. മരിച്ചവരിൽ 1.5 വയസ്സുകാരൻ മുതൽ ഗർഭിണികളും പ്രായമായവരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായൊരു വസ്തുത. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപ വീതമാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് പ്രഖ്യാപിച്ചത്. തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം യഥാക്രമം 10 ലക്ഷം രൂപ വീതവും 1 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി മൊത്തം 1 കോടി രൂപ നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം BJPയും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം. വിജയുടെ വസതിക്ക് ബോംബ് ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ചെന്നൈയിലെ നിലാങ്കരയിലുള്ള വസതിക്കാണ് ബോംബ് ഭീഷണി കിട്ടിയത്. ഇതോടെ അവിടുത്തെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കരൂരിലെ റാലിയിലെ ദുരന്തത്തിന് പിന്നാലെ അന്ന് രാത്രി തന്നെ വിജയ് വീട്ടിലേക്ക് എത്തിയിരുന്നു. അതിനെ തുടർന്ന് വീടിന് സുരക്ഷ ഏർപ്പെടുത്തുകയായിരുന്നു. കാരണം സംഭവം നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിജയ് ചെന്നൈയിലെത്തി. എന്നാൽ DMK അടക്കമുള്ള നേതാക്കൾ പാഞ്ഞെത്തുകയായിരുന്നു ആശുപത്രിയിലേക്കും സംഭവ സ്ഥലത്തേക്കും. ഇതുതന്നെയാണ് ജനത്തെയും ചൊടിപ്പിച്ചത്. ഇതിനു പിന്നാലെ ഇന്നലെ ബോംബ് ഭീഷണി കിട്ടി. ചെന്നൈ സിറ്റി പോലീസിനെയും CRPF ഉദ്യോഗസ്ഥരെയും വീടിന് ചുറ്റും വിന്യസിച്ചു.